ഹലോ! നമ്മളിന്ന് ഒരു പാച്ച് വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. സിംഗർ M3505 ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ വരച്ചെടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പാച്ച് വർക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ക്ലോത്തിലാണ്. ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ ഒരു പേപ്പറിൽ വരച്ചെടുത്ത ഫ്ലവർ കട്ട് ചെയ്തിട്ട് ഈ ബ്ലാക്ക് ക്ലോത്തിൽ വെച്ചിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേ കളർ ഓർ ടങ്ക് സ്ലിപ്പായതാണ്, സോറി. ഈ ഒരു ഗ്രേ കളർ, ഒരു ആഷ് കളർ, ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ക്ലോത്തിൻ്റെ ഫ്ലവർ പാച്ച് വർക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിഗ്സാഗ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിഗ്സാഗ് പാറ്റേൺ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഫ്ലവർ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രോക്കിന് മാത്രമല്ല കേട്ടോ, നമുക്കിത് വേണമെങ്കിൽ ഒരു സാരിക്കോ അല്ലെങ്കിൽ ചുരിദാർ സെറ്റിൻ്റെ ഷോളിനോ, അതും അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ്, അതിനൊക്കെ നമുക്കിതുപോലെ പാച്ച് വർക്ക് ചെയ്തെടുക്കാം. ഈ പാച്ച് വർക്ക് സാധാരണ ഈ പേപ്പർ കട്ടിങ്സ് ഇല്ലാണ്ട് ചെയ്തെടുക്കുന്നതുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇത് കുറച്ചും കൂടി സിമ്പിളും ഈസിയുമായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ആയാൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ തന്നെ സിഗ്സാഗ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം ആ ഫ്ലവർ ഫുള്ളായിട്ട് സിഗ്സാഗ് പാറ്റേൺ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓരോ പെറ്റലായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിഗ്സാഗ് പാറ്റേൺ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്തെടുക്കാം പെറ്റൽസ്. എനിക്കിത് കുറച്ചും കൂടി സിഗ്സാഗ് പാറ്റേൺ ആണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തത്. ഇതുപോലെ ഓരോ പെറ്റലായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആദ്യം ഒരു നോർമൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇങ്ങനെ ഓരോ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഒന്ന് ഇതിൽ നിന്നും അടർത്തി മാറ്റി എടുക്കാം. ഇതുപോലെ പെട്ടെന്ന് വരും കേട്ടോ, പേപ്പർ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും ക്ലോത്തിൽ നിന്ന്. ബാക്കിയുള്ള ചെറിയ ചെറിയ വെള്ള കഷ്ണം നമുക്ക് വാഷ് ചെയ്താൽ പോകും. ഇതാണ് ഫൈനൽ റിസൾട്ട്. താങ്ക് യു.